യേശുവിൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലുമൊക്കെ ഒത്തിരിയേറെ കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഭിന്നതകളും രൂപപ്പെടാറുണ്ട്. കർത്താവിൻ്റെ ദാസർ എന്ന് പറയപ്പെടുന്നവർ ഒന്നിച്ച് കൂടുന്നിടത്ത്, ഒന്നിച്ച് സമ്മേളിക്കുന്നിടത്തും വളരെയധികം കലഹങ്ങളും കോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഒന്നിച്ച് ഒരേ മനസ്സോടെ തീരുമാനിക്കേണ്ട മേഖലകളിൽ വളരെയധികം ഭിന്നിപ്പുകൾ കലഹം മൂലം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വചനം പറയുന്നത് പോലെ യഥാർത്ഥ കർത്താവിൻ്റെ ദാസർ ഒരിക്കലും കലഹപ്രിയരല്ല എന്നുള്ളതാണ്. അവർ എപ്പോഴും സൗമ്യതയോടെ മറ്റുള്ളവരോട് ഇടപെടുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നു. അവർ യോഗ്യതയുള്ള അധ്യാപകരാണ്. അവർക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ പഠിപ്പിച്ച് വഴിതെറ്റിക്കുകയല്ല, മറിച്ച് തമ്പുരാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, തമ്പുരാൻ്റെ വചനങ്ങളാണ് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതും. അതുപോലെ യേശുവിനെ പ്രതി എല്ലാ തെറ്റുകളും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നവരുമാണ് യഥാർത്ഥ കർത്താവിൻ്റെ ദാസർ. നമ്മളും അങ്ങനെയുള്ളവരായി തീരാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, അങ്ങ് ഞങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.